ഹലോ കൂട്ടുകാരെ, കണ്ണൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ണൻ്റെ വീഡിയോ ചെയ്യുന്നതിന് കൂടെ തന്നെ ഒരു ക്ഷേത്രത്തെ പറ്റി നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഈ ക്ഷേത്രം മേൽപ്പഴനി ശ്രീ ജ്ഞാനദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. മയിലാടും കുന്ന് എന്നാണ് ഇവിടേക്ക് പറയാം. വെള്ളിപ്പറമ്പ്, കോഴിക്കോട് വെള്ളിപ്പറമ്പാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. കോഴിക്കോട് നിന്നും 12-13 ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടാവും ക്ഷേത്രത്തിലേക്ക്. ഇവിടെ നമ്മുടെ പഴനി പോലെ തന്നെ കയറാൻ നല്ല ഒരുപാട് സ്റ്റെപ്പുകളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു വഴിയാണിത്. ഞങ്ങൾ ഈ വഴിയിലൂടെ പോകുന്ന സമയത്ത് കാണുന്ന ഒരുപാട് കാഴ്ചകൾ നല്ല അനുഭൂതിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ രണ്ട് ഭാഗത്തുമായിട്ട് നല്ല പ്രകൃതി രമണീയമായ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ നല്ല സ്ഥലങ്ങളായിരുന്നു. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. ഈ ക്ഷേത്രത്തിലേക്ക് വാഹനം പോകാനുള്ള മറ്റൊരു വഴി കൂടിയുണ്ട്. അത് ക്ഷേത്ര സന്നിധിയിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഇത് ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. ഈ വഴി ഒരുപാട് കയറാനുണ്ട്. ഈ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഒരുപാട് പ്രതിഷ്ഠകളും കാണാം. ഓരോരോ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഉടുമ്പു സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സൂര്യപ്രകാശം ക്യാമറയിലേക്ക് അടിക്കുന്നത് കൊണ്ട് കാണാനൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ളതായതുണ്ടാകും, ക്ഷമിക്കുക. കാണുന്നില്ലേ? ഓക്കെ, ഇനി നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇനിയും കയറാനുണ്ട് മുകളിലേക്ക്. കണ്ടില്ലേ, ഒരുപാടുണ്ട് കയറാൻ. രണ്ട് സൈഡിലായിട്ട് ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ കയറുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയാണ് അത് കാണാനൊക്കെ. ആ കാണുന്നത് ഒരു ഹനുമാൻ്റെ പ്രതിഷ്ഠയാണ്. അവിടെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. അതിന് അധികം ദൂരമൊന്നുമില്ല. ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടാണ്. ഇവിടെ എന്താണെന്ന് അറിയില്ല, ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അവിടെ പൂജയൊന്നും നടത്തുന്നതായിട്ട് വരുന്നതല്ല, എന്തിനുള്ള ഒരു തുടക്കമാണ്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നല്ല ഭംഗിയാണ് ക്ഷേത്രം കാണാൻ. ഈ ക്ഷേത്രം പിന്നെ തമിഴ്നാട് ഒരു സ്റ്റൈലാണ് ഈ ക്ഷേത്രം അലങ്കരിച്ചുള്ളത്. ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ചുമർ ചിത്രങ്ങളും പെയിൻറ്റിങ്ങും ഒക്കെ കാണാൻ അതിമനോഹരമാണ്. നിങ്ങൾക്കിവിടെ ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരുപാട് ഭംഗിയാണ് ഈ ക്ഷേത്രം കാണാൻ. തമിഴ്നാട്ടിലുള്ള ശില്പികൾ തന്നെയാണ് ഈ ക്ഷേത്രം പണി കഴിച്ചതൊക്കെ. അത്രയും നല്ല അതിമനോഹരമാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അത്രയും നല്ല മനോഹരമായിട്ടാണ് ഈ ക്ഷേത്രം കാണുന്നത്. ഇവിടെ ക്ഷേത്രത്തിനോട് സംബന്ധിച്ച് ഒരുപാട് പ്രതിഷ്ഠകൾ വേറെയും തന്നെ ഉണ്ട്. നാഗക്ഷേത്രം, പിന്നെ ഹനുമാൻ്റെത് പ്രതിഷ്ഠ, പിന്നെ അയ്യപ്പൻ്റെത്, പിന്നെ ബാവയുടെ ഒരു ക്ഷേത്രമായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. വിശാലമായ എന്താ പറയുക, അമ്പലത്തിൻ്റെ മുറ്റം. ഒരുപാട് നമുക്ക് കുട്ടികൾക്കാണേലും ഒക്കെ ഓടി നടക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇവിടെ വന്നാൽ. എൻ്റെ കണ്ണൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് നമ്മളെ ഗൃഹദോഷം, നമ്മളെ എന്താ പറയുക, നമ്മളെ ശത്രുദോഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതൊരു പാലമരമാണ്. പാലമരത്തിൻ്റെ ചുവട്ടിലാണ് ശിവപാർവതി സ്ഥിതി ചെയ്യുന്നത്. അവിടെ 7 പ്രാവശ്യം വലം വെച്ചിട്ട് തേങ്ങ അവിടെ മുട്ടിറക്കുക. നമ്മൾ ദോഷങ്ങളൊക്കെ അവിടെ തീരുന്നതാണ് ഒരു വിശ്വാസം. ഒരുപാട് ഭക്തജനങ്ങൾ ഇതേപോലെ പ്രാർത്ഥിച്ചിട്ട് തേങ്ങ ഉടയ്ക്കുന്നതാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരുപാട് അയ്യപ്പ ഭക്തന്മാരും ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം തുടങ്ങാനായിട്ടുണ്ട്. ഡിസംബറിൽ 26-നാണ് വ്യാഴാഴ്ച. ഇവിടെ അന്നദാനം എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. രാത്രി 8 മണി തൊട്ട് പുലർച്ചെ 6 മണി വരെ ഒരുപാട് പൂജകളും പ്രസാദകൂട്ടും അങ്ങനെ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളും ഇവിടെ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ട് കണ്ണന് ഒരുപാട് ഇഷ്ടമായി. ആ പൂച്ച നല്ല ഇണങ്ങിയ പൂച്ചയാണെന്ന് തോന്നുന്നു. നല്ല രസമായിരുന്നു. അതിനോട് കുറച്ച് സമയം അതിനോട് സ്പെൻഡ് ചെയ്തു. കണ്ണന് പൂച്ചേൻ്റെ അടുത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായി പൂച്ചക്കുഞ്ഞിനെ. പൂച്ചക്കുഞ്ഞാണെങ്കിൽ എല്ലാ കുറുമ്പും കാണിക്കുന്നുണ്ട്. അവന് അതിനെ പിടിക്കാൻ പേടിയാണ്. അതിനടുത്ത് തന്നെ ഒരു കൊന്നമരം കാണാം, നല്ല ഭംഗിയുണ്ട്. നമ്മൾ വിഷു ആവുന്ന സമയത്തൊക്കെ നമ്മൾ അധികവും കൊന്നപ്പൂവിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു മാസമാണല്ലേ ഏപ്രിൽ മാസം. ആ മാസത്ത് ഇന്ന് ആ ക്ഷേത്രത്തിൽ നമ്മളെ വിഷു ആവുന്നതിന് മുന്നേ തന്നെ കൊന്നപ്പൂവൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ പുറമേ നിന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് കിട്ടും. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പരിമിതികളുണ്ട്. നമുക്ക് ഉള്ളിൽ ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് കഴിയില്ല. പുറമേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് കവർ ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വന്നാൽ മനസ്സിലാവും ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഇത് വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളൊരു കൗണ്ടറുകളാണ് ഇവിടെ. വഴിപാട് കൗണ്ടറുകളുണ്ട്. ഈ ബോർഡ് മാത്രമല്ല കേട്ടോ, നേരെ ഈ കൗണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയൊരു ബോർഡുണ്ട്. അത് ഒരുപാട് വലുപ്പമാണ്. അത് എനിക്ക് എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു ബോർഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അറിയാനുണ്ട്. ഇതാ കണ്ടില്ലേ, തേങ്ങ, അങ്ങനെ ചന്ദനത്തിരി, അങ്ങനെ കുറച്ച് കാര്യം, നെയ്വിളക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രവേശിച്ച് ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ള അന്നദാനം എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഞങ്ങൾ പോയ ദിവസം ഉപ്പുമാവും ചായയായിരുന്നു ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട്. ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണത്തിന് നിന്നിട്ടില്ല. രാവിലെ ചായ കുടിച്ചു. മോൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പോന്നു. ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. മോൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണം. ഓക്കെ, ബൈ, താങ്ക് യു.